ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കമ്മയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഓണത്തിന് നമുക്ക് സദ്യയ്ക്ക് പായസം ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അപ്പോൾ ഷാർജയിൽ നല്ല പാലട പായസവും ബോളി എന്ന് പറയുമ്പോഴത്തേക്കും തിരുവനന്തപുരംകാരുടെ സ്പെഷ്യലാണ് കേട്ടോ ബോളി. ആ ബോളിയും കിട്ടുന്ന ഒരു കടയുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഷോപ്പ് ഉള്ളതെന്ന് പറഞ്ഞാൽ മൊബൈലിലാണ്. സെൻറ്റാ ഫ്രഷ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. അവർക്ക് പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അവിടെ ഇതാണ് അവരുടെ 2 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇതാണ് അവരുടെ ഷോപ്പ് എന്ന് പറയുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഈ ഷോപ്പിൽ കയറിയിട്ട് പാലടയും ബോളിയും മേടിക്കാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷോപ്പിൻ്റെ അകത്ത് പോയിട്ട് ബോളി മേടിക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ സിൻറ്റാ ഫ്രഷിൻ്റെ അകത്താണ് ഉള്ളത്. നമ്മൾ ഒരു പാലട മേടിക്കാനാണ് വന്നത്. പാലട മേടിച്ചു. ഇവിടെ എത്ര ടൈപ്പ് എങ്ങനെ പാലട മാത്രമേ ഉള്ളൂ? പാലട മാത്രം. പിന്നെ സ്പെഷ്യലായിട്ടുള്ളത് സ്പെഷ്യലായിട്ട് ഇപ്പോൾ നമുക്ക് എന്താ പറയുക, പാലട പായസം തന്നെ ഉള്ളൂ. പിന്നെ ബോളി ഉണ്ട് സ്പെഷ്യലായിട്ട്. എന്ന് പറഞ്ഞാൽ ബോളി ഒരു കോമ്പിനേഷൻ ആയിട്ട് ബോളി അറിയാമെന്ന് വിചാരിക്കുന്നു. അതെ അതെ, ബോളി അറിയാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബോളി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തിരുവനന്തപുരത്ത് ഉള്ള ആൾക്കാർക്കെല്ലാം അറിയാം ബോളി എന്താണെന്നുള്ളത്. മറ്റ് ജില്ലയിലുള്ളവർക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. കാര്യം തിരുവനന്തപുരത്തുകാർക്ക് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് ബോളി. നമ്മ തൃശ്ശൂരാണ്, പക്ഷെ നമുക്ക് ബോളി ഇല്ലെങ്കിലും നമ്മളൊരു കോമ്പിനേഷൻ ആയതുകൊണ്ട് കൊണ്ടുവന്നു. അതെ അതെ. അപ്പോൾ ഈ ഷാർജയിൽ എനിക്കറിയാവുന്ന ഈ ഒരു കടയേ ഉള്ളൂ ബോളി കിട്ടുന്നത്. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഷോപ്പില്ല? ഇപ്പൊ നമുക്ക് കറന്റ് ഷാർജയിൽ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. നമ്മള് പുതിയ ഷോപ്പ് തുടങ്ങുന്നുണ്ട് ദുബായ് കറാമയിൽ. പുതിയ കറാമ ഷോപ്പ് എടുത്തിട്ടുണ്ട്. ശരി ശരി, അത് പണി നടന്നുകൊണ്ടിരിക്കുക 1 മാസം. ശരി ശരി. അപ്പൊ ഈ 800 ml ഇല്ലേ, അതിന് എത്ര രൂപ? 25 grams ഉള്ളൂ. അത് 400 ml 15. 800 ml എനിക്ക് തോന്നുന്നു ഒരു 4 തൊട്ട് 6 പേരോളം ഉണ്ടാവും. അപ്പൊ ഈ ബോളി എങ്ങനെയാ ഒരു സെറ്റിന്? ഒരു സെറ്റിൽ 3 പീസ് ഉണ്ടാവും. 3 പീസ് 6 dirhams ആണ് അല്ലേ? അപ്പോൾ 6 dirhams ആണ് ഒരു ബോളി ഉള്ളത്. ബോളി നല്ല മധുരമുള്ള ഒരു സാധനമാണ് കേട്ടോ. അത് കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്തായാലും ഓണം വരാൻ പോവുകയാണ്. ഓണത്തിൻ്റെ സദ്യയോടുകൂടി നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു സംഭവമാണ്. ഓണത്തിന് നിങ്ങൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷേ ഒന്നുമില്ല. ഇപ്പം പാലട മാത്രമേ ഉള്ളൂ. പായസത്തിൽ പാലട മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഒന്നുമില്ല. പാലട ബോളി ഇതാണ് ഇവിടുത്തെ ബോളി. പിന്നെ നമ്മുടെ പായസത്തിന് തന്നെ ചിൽഡ് ഫ്ലേവർ ചിൽഡായിട്ട് ഒരു ബോട്ടിൽ 200 ml ഒരു ബോട്ടിലുണ്ട്. 8 dirhams. ശരി ശരി. പിന്നെ വരുന്നത് വണ്ടർ പോട്ട് എന്ന് പറഞ്ഞൊരു ജാർ കേക്ക് ഉണ്ട്. പായസത്തിന് തന്നെ കേക്ക് ലെയർ പാലട പായസം. അതൊക്കെ 15 dirhams ആണ്. അതിനകത്ത് അത്യാവശ്യം നല്ല ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഓരോന്ന് ഐറ്റംസ് പുതിയ ഇതായിട്ടുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒന്നും ആയിട്ടില്ല. ഐസ്ക്രീം പായസത്തിന് തന്നെ, പാലട പായസത്തിന് തന്നെ സോഫ്റ്റ് ഐസ്ക്രീം ഇത് കറാമ വരുമ്പോഴേക്കും റെഡിയാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ. എന്തായാലും നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാം. കാര്യം ഇവിടെ നമുക്ക് ഡൈനിങ് ഇല്ല, ടേക്ക് അവേ ആണ്. വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ. കറാമില് സെൽഫ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? വലിയ ഷോപ്പായിട്ട് ഇതല്ലെങ്കിലും നമുക്ക് പുറത്തേക്ക് ഇരിക്കാവുന്ന പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ എന്തെങ്കിലും അങ്ങനെയുള്ള ഇതുണ്ടോ? ഇല്ല, ഇപ്പോൾ ഇവിടെ ടേക്ക് അവേ മാത്രം. ഡെലിവറി മാത്രം. അപ്പോൾ നിങ്ങളുടെ ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ്? ടൈമിംഗ് കാലത്ത് 11:30 തൊട്ട് നൈറ്റ് 10 വരെ ഉണ്ടല്ലേ? 11 മണി തൊട്ട്. ഓണത്തിന് കുറച്ച് നേരത്തെ ഓപ്പൺ ചെയ്യാന്നുള്ളൊരു പ്ലാനാണ്. വെള്ളിയാഴ്ചയും ചിലപ്പോൾ 10 മണിക്ക്, ശനിയാഴ്ചയും ഓണത്തിൻ്റെ അന്നും 10 മണിക്ക് മോർണിംഗ് ഉണ്ടാവും. ശരി, ഓക്കെ ഓക്കെ. ശരി, അപ്പോൾ എന്തായാലും വളരെ ഓക്കെ. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ അഭിപ്രായം പറയാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ ഈ പായസം മേടിച്ച് ഇപ്പോൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്ന് പറഞ്ഞാൽ ഇത് ടേസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ഇതാണ് പാലട. ഇതിലാണ് ഒരു 400 ml ആണ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ 2 സെറ്റ് ബോളി മേടിച്ചിട്ടുണ്ട്. ബോളി 2 സെറ്റ് മേടിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സെറ്റിന് 3 എണ്ണമാണ്. നമ്മൾ 4 പേരുണ്ട്. അപ്പോൾ നമുക്ക് 3 എണ്ണം മേടിച്ചാൽ തികയത്തില്ല. അപ്പോൾ ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നല്ല പാക്കിംഗ് ആണ് കേട്ടോ. നല്ല ചൂടോടെയാണ് തരുന്നത്. ചെറിയ ചൂട് നമുക്ക് വെളിയിൽ അടിക്കുന്നുണ്ട്. ഇതെല്ലാം നല്ല സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്.
നല്ല പാലട ഉണ്ടോ, ഇതാണ് പാലട. അടുത്ത ബോളി നമുക്ക് കൂട്ടിക്കേ, പാലട ഇങ്ങോട്ടിരിക്കട്ടെ. ഇവിടെ എല്ലാവരും വന്ന് ഈ പിള്ളേർ കൂടി നിൽക്കുകയാണ് കേട്ടോ. ഇവന്മാർക്കത് എങ്ങനെയെങ്കിലും പെട്ടെന്ന് കഴിക്കണമെന്ന് കണ്ടത്. പാലട ഇതായില്ല, ഇത് ബോളി. ഇതാണ് തിരുവനന്തപുരത്ത് വേണ്ട സ്പെഷ്യൽ ബോളി കേട്ടോ. അത് എടുത്തോണ്ട് പോലെ കണ്ടോ. ഇത് നമ്മൾ ചെറിയൊരു ചപ്പാത്തി പോലെയൊക്കെ ഇരിക്കും, പക്ഷേ ഇത് മധുരമുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ചെറിയൊരു ഫില്ലിംഗ് ഒക്കെ ഉണ്ട് കണ്ടോ. ഇത് ചെറിയൊരു ഫില്ലിംഗ് ഒക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ കഴിക്കുന്ന രീതിയോടെ കാണിച്ചു തരാം. ഇത് തിരുവനന്തപുരത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഇത് എങ്ങനെയാണ് കഴിക്കാനുള്ളതെന്ന്. പക്ഷേ മറ്റു സ്ഥലത്തുള്ള ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്തവർ കണ്ടോളാം കേട്ടോ. ഞാൻ കഴിച്ച് കാണിച്ചു തരാം. ഇനി നമുക്ക് ഒരു പ്ലേറ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഒരു ബോളി എടുക്കുക. ബോളി എടുത്ത് ഇങ്ങനെ ഇടുക. അതിന് ശേഷം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാലട ഉണ്ടല്ലോ, പാലട അതൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ആദ്യം കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ പാക്ക് ചെയ്ത് തരുന്നതല്ലേ, അടിയിലായി പോവും. അപ്പോൾ അതുകൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പുറത്തോട്ട് ഒഴിക്കുക. ഓക്കെ, ഇനി ഇത് കഴിക്കുക കേട്ടോ. ഇത് വേണ്ട, ഇതിങ്ങനെ നമ്മൾ ഇതിൽ കൂടെ അങ്ങോട്ട് നല്ലപോലെ കുഴച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുവരെ എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല. കാര്യം അവർ തൃശ്ശൂർക്കാരായിരുന്നു. അവരെ ഇതിൻ്റെ ഒരു വെറൈറ്റി മനസ്സിലാക്കിയവർ ചെയ്തതാണ്. സംഭവം കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്. തൃശ്ശൂരാണെങ്കിലും നല്ല ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് തിരുവനന്തപുരത്ത് സ്പെഷ്യലായിട്ട് കല്യാണ സദ്യകൾക്കെല്ലാം ഇത് വരാറുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ പായസത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. പായസത്തിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് മറ്റേ ബെർമസിലി സേമിയ എന്ന് പറയുന്ന പായസമില്ലേ, അതൊക്കെയാണ് കൂടുതൽ ഞാൻ കഴിച്ചിട്ടുള്ളത്. ഈ പാലടയും ബോളിയും ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും നല്ല ടേസ്റ്റാ. എന്താടാ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് ഒരു രക്ഷയില്ല. അതന്നെ കഴിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ അവനോട് കുറച്ച് കൊടുക്കുക, അല്ലാതെ അത് എടുപ്പ് നടക്കത്തില്ല. മതിയാ? ഓക്കെ, അറിയാമോ കഴിക്കാൻ? കഴിച്ചോ? കഴിച്ചിട്ട് കൊള്ളാമെന്ന് പറയണേ. വലിയ പീസല്ല, ഇതിൽ മുക്കി കഴിക്കും. ഇതിൽ നാട്ടിൽ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇതിൽ ഫില്ലിംഗ് ഉള്ള ടൈപ്പാണ്. ഈ ഫില്ലിംഗ് ഇല്ലാതെ പ്ലെയിനായിട്ട് വരുന്ന ഒരു ടൈപ്പും ഉണ്ട് നാട്ടിൽ. ഞാനത് കഴിച്ചിട്ടുണ്ട്. ഇത് ഈ പിന്നെ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കടലമാവ് ഉണ്ടാക്കുന്ന സാധനം ഇത്. ഇതായി കൊള്ളാം. ഇപ്പോൾ ഓണത്തിനൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ആക്കുകയും ചെയ്യാം നമുക്ക് ഓണത്തിന്. അപ്പോൾ കണ്ടില്ലേ, പിള്ളേരൊക്കെ ബോളിക്ക് വേണ്ടി കിടന്ന് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളും ഒക്കെ പിള്ളേർക്കൊക്കെ മേടിച്ച് കൊടുക്കുക. വലിയ ആൾക്കാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഈ അടപ്രഥമനും ബോളിയും തമ്മിലുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. പുതിയ വ്യത്യസ്തമായ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ഓണം.